രവിയേട്ടൻ്റെയും എൻ്റെയും ആത്മാർത്ഥമായ സ്നേഹ നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ കവിതാ നമസ്കാരം. പുതിയതായിട്ട് അങ്ങനെ ഒരു നമസ്കാരം. ഏതായാലും ഇന്നത്തെ കവിത ഇന്നിവള് കർഷകൻ കവി കർഷകരെ ഒരുപാട് സ്ഥലത്ത് വർണ്ണിച്ചിട്ടുണ്ട്. കർഷകരെ കുറിച്ച് പ്രത്യേകം കവിതകളുണ്ട് എന്നുള്ളതിന് പുറമെ പല സ്ഥലങ്ങളിലും കർഷകൻ എന്നുള്ള പേര് വരുന്നുണ്ട്. കർഷകൻ, കാള, പിന്നെ കാളവണ്ടി, ഇതൊക്കെ കവിയുടെ സ്ഥലം വരും. അതിൽ കർഷകനാണ് ഏറ്റവും അധികം. അതിൽ അഭിമാനിക്കുന്ന ആളാണ് അദ്ദേഹം. കാരണം നമ്മുടെ നാടൊരു കാർഷിക രാജ്യം. കൃഷിയില്ലേ പിന്നെ വേറെ ഒന്നും നടക്കൂല. നെഹ്റു പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കും, ബാക്കിയെല്ലാം നമുക്ക് നീട്ടിവെക്കാം, കൃഷി നീട്ടിവെക്കാൻ പറ്റൂല. ഇത് ഇന്നത്തെ കൃഷി നാളെ ആവുന്നത് നാളെ പറ്റൂല, ബാക്കി നീട്ടിവെക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ കർഷകനാണ് അദ്ദേഹത്തിന്റെ പ്രധാന കർഷകൻ എന്നുള്ള കവിത. അതെ. പുലർവെളിച്ചത്തിൻ പതാക പാറിച്ചു നലമണയണ്ടും നവശതാബ്ദമേ, അനുഗ്രഹിക്കണേ നിനക്കായി സ്വാഗതം കൊതിച്ചിരിക്കും ലോകത്തെ. അല തുളുമ്പിച്ചു കുളിരിളം കാറ്റിൽ കർഷകൻ തന്റെ പ്രഭാത കീർത്തനം. കൃഷകൻ തന്റെ പ്രഭാത കീർത്തനം. കൃഷകൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ കൃഷകൻ തന്നെ, കൃഷകൻ എന്ന് പറയാം. അതെ അതെ അതെ. കൃഷകൻ. അല തുളുമ്പിച്ചു കുളിരിളം കാറ്റേ കൃഷകൻ തന്റെ പ്രഭാത കീർത്തനം. ഒളി വിതറുന്നു കൃഷക ജീവിതം, ചളിയിലാമ്പൽ പൂ വിരിയുന്ന പോലെ. മഹാർഹ ജീവിതമിതു കർമ്മയോഗ രഹസ്യത്തിനൊരു വിശദവാഖ്യാനം. തണുപ്പാലി കൃഷതനു വിരച്ചാലും തവ പ്രയത്നമിന്നഖിലക്കും രക്തം. കരി പിടിച്ചെറേ തടമ്പിയെന്നാലും ധരതൻ അജ്ഞത മറച്ച തീ കൈകൾ. മരിച്ചു പോയ പോൽ കിടക്കുമക്കുന്നിൻ പുറങ്ങളൊക്കെയും ഉയർത്തെഴുന്നേറ്റു. നിരന്തര ഭവൽ പ്രയത്നധാരയാൻ പരിപുത മന്ത്ര മധുരാമൃതത്താൽ പ്രപഞ്ചത്തിൻ വീണാമണി നിനദത്താൽ പ്രഫുല്ലമാമർഷ ഭവതിയ ചിത്തം. ഉദയശൈലത്തിൻ ചെരുവിൽ വൈഭാത വിഹഗീതങ്ങളുണരും വേളയിൽ അഭംഗുര ശ്രുതി മധുരം പാടുന്നീതവനതൻ കാതിലൊരു സമഗാനം. എവിടെയുമെന്നും സമദുഃഖ സുഖ നിവരഖിലവും തവ കുടുംബക്കാർ. വഴിയും വാത്സല്യാഗ്രഹിക്കാവും വിധം മിഴികളാലെന്തോ പറയും ഗോക്കടും. ഉടമ കൊച്ചോളം തുളുമ്പുന്ന ഗളം, തടവും കൈനക്കി തുടയ്ക്കും കാളയും. ഒരു തിടുക്കത്താൽ ഭൂമിതും കുത്തി കൊറിക്കുമി കൊച്ചു കബോധ വൃന്ദവും. ഉലകിനായി ഫലം പെരും നാനാവൃക്ഷ നിലയന മാമി തഴച്ച തോട്ടവും. മുഴുത്ത മർത്യന്തൻ ദുരകൾ ചെഞ്ചൊര കഴിഞ്ഞ തൊണ്ടുകൾ വലിച്ചെറിയുമ്പോൾ
കറയറ്റ തവ ദയാമൃതം ഒന്നീ കഴിയുന്നു ചുണ്ടു വരണ്ട സസ്യങ്ങൾ കൊടുതം ഹിംസതൻ ഇണമിഴുകിയോരുടലുമായി ഘോര മൃഗമംസഭുക്കായി കൊടുങ്കാടു തോറുമലഞ്ഞിരുട്ടിലായി നടന്നൊരാദിമ മനുഷ്യതൻ കൃത്യം നലമിസാത്വിക പരിവർത്തനത്തെ വെളിച്ചം വീശിയ വിഭദമുർപ്പു ഞാൻ വിശുദ്ധമേതെന്നും കവാടസീമയെ വിമലബോധത്തിൻ പുലതന്നൽ തട്ടേ പ്രവാചകന്റെ പവിത്രമീ ചിത്തം ഭുവനത്തിനെല്ലാം കുളിർത്തണലായി പ്രജകൾ ഐശ്വര്യ സുഖം തിരം പോകാൻ ഭരണ ചെങ്കോലു പിടിച്ച കയ്യിനാൽ നില മുഴുവനും കഴിവുള്ളൊരു ശ്രീനിലയമാമശരക്കരച്ചന്മാർ കരിയാൻ തീർത്തൊരീ വരയല്ലോ മധ്യ പരിഷ്കര ശ്രിതൻ കരരേഖയായി വിയൽ പദത്തിലോരദൃശ്യമാം ഹസ്തം വെളിച്ചത്തിൻ വിത്തു വിതയ്ക്കും വേളയിൽ പറവകൾ വാനിൻ നിരക സന്ദേശം ധരയോടു ചെന്നു പറയും വേളയിൽ അടവി വേണുവേ പതിവുമ്പോൾ പാട്ടു പഠിപ്പിച്ചു കാറ്റു മടങ്ങും വേളയിൽ നെടിയൊരസല നിവഹത്താൽ കുട പിടിച്ച കുന്നുകൾ ചെകിടോർത്തു നിൽക്കും. അങ്ങനെ പോകുന്ന വരികൾ. ഇനി 4 വരികളുള്ളൂ. വിഴികവരും നിൻ പ്രവൃത്തി ക്ഷേത്രത്തിൽ മുഴങ്ങിടും വൃഷകള മണിനാദം തമപ്രളയത്തെ മുഴുകിയ ലോകം തനതു നേത്രങ്ങൾ തുറക്കും മുന്നിലെ പ്രബോധം വിശുമീ മനുജ സംസ്കാര പ്രവൃത്തിക്കു വിത്തു വിതച്ചവൻ ഭവാൻ. ഏതായാലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും ചൊല്ലുമ്പോ. ചില സ്ഥലങ്ങളില് ഏതായാലും ഒറ്റയ്ക്ക് വായിച്ച പോലും നോക്കാവുന്ന ഒറ്റയടിക്ക് ഞാൻ അതെ ഇപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഏതായാലും സന്തോഷം. അടുത്ത കവിതമേ നമ്മുടെ ഭാഗ്യം. കാരണം മാഷിനെ അടുത്ത് കിട്ടിയത് കുറെ മുമ്പേ വേണ്ടതായിരുന്നു ഇത്.